ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റഡി വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ LSGD എക്സാമിന് ശേഷം ഞാൻ പഠനത്തിൽ കൂടുതൽ ആക്റ്റീവ് ആയിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും കുറേ ദിവസമായി. പിന്നെ ഷോർട്സിലൂടെയൊക്കെ ആക്റ്റീവാണ്. പിന്നെ പഠനത്തിൽ നല്ല രീതിയിൽ ഉഴപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ തുടക്കം മുതലേ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കസ്പീഡിയയിലെ സെക്രട്ടേറിയറ്റ് ബാച്ചിൽ ജോയിൻ ആയത്. ജോയിൻ ആയ സമയത്ത് ഒരാഴ്ചയൊക്കെ നല്ല രീതിയിൽ പഠിച്ചു. പിന്നെ പതുക്കെ അങ്ങ് മടി പിടിക്കാൻ തുടങ്ങി. അതിനുശേഷം സുഖമില്ലാതായി. പണ്ടൊക്കെ എന്തെങ്കിലും റീസൺ വരുമായിരുന്നു ഇങ്ങനെ പനിക്ക് വേണ്ടിയിട്ടേ. എന്തെങ്കിലും, അതായത് മഴ നനഞ്ഞാൽ പനി വരുമായിരുന്നു, ഏതെങ്കിലും പനിയുള്ള കൂട്ടുകാരെടുത്തിരുന്നാൽ പനി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം എന്തുകൊണ്ടാണ് പനി വരുന്നതെന്നേ അറിയില്ല. അങ്ങനെ ജലദോഷവും പനിയും വന്ന് പിന്നെ ഒരു 2 ആഴ്ച അടുപ്പിച്ച് എനിക്ക് പഠനത്തിൽ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. സംബന്ധിച്ച് ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഒരാൾ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചുകൊണ്ട് പോയ ഒരു സിസ്റ്റം ആയിരുന്നില്ല എനിക്ക്. പക്ഷേ ഓക്കസ്പീഡിയയിൽ ജോയിൻ ആയതിനു ശേഷം അവർ തരുന്ന ടൈം ടേബിളും അവർ തരുന്ന PDF-ഉം അതുപോലെ വീഡിയോസും എല്ലാം കറക്റ്റ് ഒരു ദിവസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. അതിനുശേഷം എക്സാം ചെയ്യണം. അങ്ങനത്തെ ഫോർമാറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പണ്ട് പഠിച്ചിരുന്നത് എൻട്രിയിലായിരുന്നു. അപ്പോൾ എൻ്റേതായ ഒരു മെത്തേഡിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീക്ക് സബ്ജക്റ്റ് മാത്രം പഠിക്കുമായിരുന്നു. അതുപോലെ ആ ഒരു സബ്ജക്റ്റ് മാത്രം റിവിഷൻ ചെയ്യുമായിരുന്നു. പക്ഷേ ആ ഒരു സ്റ്റഡി എനിക്ക് എഫക്റ്റീവായിരുന്നു. അതിനുശേഷം നേരെ ഓക്കസ്പീഡിയയിലേക്ക് പറിച്ചു നട്ടപ്പോൾ എനിക്ക് ആ ഒരു സിസ്റ്റമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. എങ്കിലും സെക്രട്ടേറിയറ്റ് എക്സാം പോലുള്ള ഒരു ഗ്ലാമറസ് പോസ്റ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയിൽ നല്ല രീതിയിൽ പഠിച്ചു. അവർ തരുന്ന അതേപോലെ ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്തു. അതിനുശേഷം പനി വന്ന ശേഷം എല്ലാം കയ്യിൽ നിന്ന് പോയി. പിന്നെ 2 ആഴ്ച പഠിച്ചില്ല. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് പെൻഡിങ് വന്നു. പിന്നെ അങ്ങോട്ട് പഠിക്കാനേ ഒരു മനസ്സില്ല. എപ്പോഴും മനസ്സിൽ അയ്യോ പെൻഡിങ് കിടക്കണോ എന്ന് വിചാരിച്ച് എല്ലാം തകിടം മറിഞ്ഞു. അങ്ങനെ ടൈം ടേബിളും ഇല്ല, പഠിക്കാനൊരു മനസ്സുമില്ല. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഓക്കസ്പീഡിയ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അതിൽ നല്ല റിസൾട്ടാണ്. അതിൽ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അതുപോലെ തന്നെ അതിലെടുക്കുന്ന സാറന്മാരായാലും എല്ലാം UPSCക്ക് പഠിപ്പിക്കുന്ന സാറന്മാരാണ് മിക്കതും. സത്യം പറഞ്ഞാൽ ഓക്കസ്പീഡിയ മാത്രം നമ്മൾ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു റാങ്ക് നമുക്ക് സെക്രട്ടേറിയറ്റിലും ഏത് PSC എക്സാമിലും എക്സ്പെക്റ്റ് ചെയ്യാം. പ്രിലിംസിനും മെയിൻസിനും ഇൻ്റർവ്യൂവിനും ചേർത്തിട്ടാണ് കേട്ടോ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഫീസ് ഈടാക്കിയിട്ടുള്ളത്. ഇത്രയും ലോസ്റ്റ് പ്രൈസിൽ വേറെ ഒരു ആപ്പും ഇങ്ങനെ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ 1500 രൂപയ്ക്കാണ് കേട്ടോ ജോയിൻ ആയത്. അപ്പോൾ ഏകദേശം 1 മാസം ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് പെൻഡിങ് കുറേ ഉണ്ട്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ആ ഒരു സങ്കടത്തിലാണ്. എല്ലാ ദിവസവും എണീക്കുമ്പോഴും വിചാരിക്കും ഇന്ന് ഞാൻ പെൻഡിങ്ങിനുള്ള ഓരോ ചാപ്റ്റർ വെച്ചിട്ടും അന്നുള്ള ഡെയിലി ടൈം ടേബിളും ഫോളോ ചെയ്യുമെന്ന്. പക്ഷേ കിടക്കാൻ നേരം ആകുമ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. ഞാൻ കുറേ സമയം വേസ്റ്റ് ആക്കിയിട്ടുണ്ടാവും, കുറേ നേരം ഓവർ തിങ്കിങ് ചെയ്തിട്ടുണ്ടാവും. എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരുപാട് സമയം വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ബോധോദയം വരാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് സെക്രട്ടേറിയറ്റ് കൺഫർമേഷൻ ഡേറ്റ് വന്നത്. അപ്പോൾ മാർച്ച് 11 വരെ കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും സെക്രട്ടേറിയറ്റിൻ്റെയും മറ്റ് ഡിഗ്രി എക്സാമിൻ്റെയൊക്കെ കൺഫർമേഷൻ കൊടുക്കും കേട്ടോ. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റൊക്കെ വന്നപ്പോൾ മനസ്സിനകത്ത് വീണ്ടും കുറച്ചുകൂടി സ്ട്രെസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിന്തിച്ച് നോക്കി പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെ ഓവർ തിങ്കിങ്ങും കരഞ്ഞുകൊണ്ടിരുന്നിട്ടും ഒന്നും കാര്യമില്ല. ഇനി നമുക്ക് മുന്നിൽ ഏകദേശം 90 ദിവസം അടുപ്പിച്ചുണ്ട്. അപ്പോൾ എന്തായാലും ഡേ 1 മുതൽ വീണ്ടും പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടും ഞാൻ. അപ്പോൾ സെക്രട്ടേറിയറ്റ് എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയുള്ള 90 ദിവസവും നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ച് ഡിഗ്രി പ്രിലിംസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങുകയാണേ. പിന്നെ ഞാൻ എല്ലാ തവണയും ഓരോരോ എക്സാം വരുമ്പോഴും, അതായത് കഴിഞ്ഞുപോയ യൂണിവേഴ്സിറ്റി എക്സാം ആയാലും LSGD എക്സാം ആയാലും ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയും ഈ എക്സാമോടെ ഞാൻ എന്തായാലും പഠിത്തം നിർത്തും, ഇനി ഞാൻ പഠിക്കത്തില്ല PSCക്ക്, ഈ ഒരു എക്സാം കഴിഞ്ഞ് ഞാൻ ഇതിൽ കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അതൊക്കെ തെറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുന്നത് വരെ ഞാൻ പഠിക്കും. അതുപോലെ ഇത് എന്തായാലും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ സമയമെടുക്കും, ചിലപ്പോൾ നമ്മളുടെ എഫേർട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് നേരത്തെ ജോലി കിട്ടും. എന്തായാലും എത്ര വർഷം എടുത്തിട്ടായാലും ഒരു ജോലി കിട്ടുന്നത് വരെ പഠിക്കാനാണ് ഞാൻ ഇപ്പോൾ എന്നോട് തന്നെ ഞാൻ
എപ്പോഴും പറയുന്ന ഒരു മന്ത്രം അതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉന്മേഷം തോന്നാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ധൈര്യമായിട്ട് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ PSC റിലേറ്റഡായ എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഉത്തരമായിട്ട് തരാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. അപ്പോൾ നാളെ വീണ്ടും കാണാം. താങ്ക്